തന്നിൽ ഏറെ പുരാതനമാം പണിക്കരു വീട്ടിലന്നൊരു നാൾ കർത്താവിൻ വത്സലരാം മാതാപിതാക്കൾക്ക് നിധി പോലൊരോമനപുത്രൻ ജനിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ മാധ്യസ്ഥതയിൽ അഭയം കൊണ്ടവൾ അന്നാമയ്ക്കായി ദൈവാംബിക മറിയാമിൻ ജനനത്തിൻ തിരുനാളിൽ പൈതലിനെ നൽകി കനിഞ്ഞു ദൈവം. പുതിയ കാവിൽ നിലകൊള്ളും യാക്കോബായ പള്ളിയിൽ പിതൃസോദരനാം പ്രിയ കർത്തനാരാൽ പരിശുദ്ധ മാമോദീസാമൂറോനിവ നൽകി പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു പൈതൽ. ധീരതയും ആർജിച്ചവനായി ബാല്യത്തിൽ സ്നേഹത്താലോമനപ്പേരായി കൊച്ചു കീവരീച്ചനെന്നറിയപ്പെട്ടാൻ പി.ടി. ജോർജ് എന്നുള്ളൊരൗദ്യോഗിക നാമമത് ഗീവറുകി സാമ്പാലനു നൽകപ്പെട്ടു. പിതൃസോദരൻ സക്കറിയ പണിക്കരു കർത്തനാൻ ശ്രേഷ്ഠമാം വൈദിക ജീവിതത്തിൽ പാതയതിൽ മുൻഗാമിയായി ചരിച്ചു ഈ ബാലനു നൽമൊഴികളും ഓതുന്നവനായി. 5 വയസ്സായപ്പോൾ ദാവീദാശാൻ തന്റെ കളരിയിൽ എഴുത്തിനിരുത്തി ഗുരുഭക്തിയിൽ നിലകൊണ്ട് 12 വയസ്സുവരെ ഗ്രാമീണ വിദ്യാഭ്യാസം നടത്തി. അനിതര സാധാരണ സാമർഥ്യം കണ്ടാശാൻ നിശ്ചയം ദാവീദാശാൻ താനും മുൻകൂട്ടി പ്രവചിച്ചു ഗുരുനാഥൻ തന്മൊഴികൾ പാഴായിടുന്നു. വിശ്വാസം, പ്രാർത്ഥനകൾ, വൈദിക ബഹുമാനം കൈമുതലാക്കി താൻ ബാല്യം മുതലേ ഒരു നാളിൽ ബാല്യത്തിൽ കൊച്ചു കീവറീച്ചൻ താൻ പനിബാധിതനായി കിടപ്പിലായി. അരികത്തെ പള്ളിയതിൽ പരുമല തിരുമേനി ആഗതനാണെന്നറിഞ്ഞ ബാലൻ തിരുമേനിയുടെ പക്കൽ തന്നെ കൊണ്ടെത്തിക്കാൻ പ്രിയതാതനോടതിവിനയം അഭ്യർത്ഥിച്ചാൻ. പരിശുദ്ധ പരുമല തിരുമേനി തൃക്കൈകൾ ശിരസിൽ വെച്ചർത്ഥിച്ചാൽ രോഗം മാറും. അതിലുള്ള ബാലന്റെ ദൃഢവിശ്വാസം കണ്ട് അത്ഭുതമാർന്നവനായി തോമാ പണിക്കർ തിരുമേനി താൻ സവിധം പൂകിയതാം ബാലന്റെ നിറവുള്ള വിശ്വാസം കണ്ട നേരം ശിരസിന്മേൽ കൈവച്ചു തിരുമേനി
അന്നൊരു നാൾ സന്ധ്യയ്ക്ക് പുതിയ കാവ് പള്ളിയതിൽ പുലിക്കോട്ടിൽ തിരുമേനി ആഗതനായി. തെല്ലകലത്തെ ഗ്രാമമാം വഴുവാടിയിലുള്ളതാം ചെമ്മാശനയാരാനും കൂട്ടിവരേണം. പുലിക്കോട്ടിൽ തിരുമേനി തൽക്ഷണം കൽപ്പിച്ചു, പുരുഷാരം മൗനം ഭരിച്ചു നിന്നു. 14 വയസ്സുള്ള ഗീവരുകി സോതാനും ശ്രേഷ്ഠാചാര്യൻ മുൻപിൽ ശിരസു നമിച്ചു. ഭീകരമാം കൂരിരുളും ചൊരിയും പേമാരിയതും കാറ്റും വകവയ്ക്കാതെ ധീരബാലൻ തിരുമേനിയുടെ കൈകൾ ആദരവാൽ ചുംബിച്ചു അനുവാദം ചോദിച്ചു യാത്ര തുടങ്ങി. കുടയും വിളക്കുമായേകനായി കൂരിരുളിൽ മയിലൊന്ന് ദൂരവും താണ്ടി നീങ്ങി. വീട്ടിനാൽ ഷമ്മാശനയും കൂട്ടിയണഞ്ഞു താൻ പിതൃഭക്തി കാട്ടികൃതാർത്ഥനായി. പുലിക്കോട്ടിൽ തിരുമേനി ഏറ്റം മോദത്തോടെ സഭ തൻ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കാൻ 15 പ്രായത്തിൽ ഗീവറുഗീസിനെ MD സെമിനാരിയിൽ ചേർത്തുകൊണ്ടു. ഉന്നതമായി 10ാം ക്ലാസ് വിജയം വരിച്ചപ്പോൾ ദൈവഹിതത്തിൻ മുൻപിൽ സ്വയമർപ്പിച്ചു. പരിശുദ്ധ പുലിക്കോട്ടിൽ ശ്രേഷ്ഠാചാര്യനിൽ നിന്നും ഷമ്മാശ പട്ടത്താൽ അഭിഷിക്തനുമായി. മദ്രാസിൽ നേടി താൻ MD ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പളായി. കഠിനാധ്വാനം പ്രാർത്ഥന ദിനചര്യയതായി മാറി ഗീവറുഗീസ് ഷമ്മാശൻ മാതൃകയായി. 908 ആഗസ്റ്റ് 15 പരുമല സെമിനാരിൽ കൂടി വന്നു. പരിശുദ്ധ വട്ടശ്ശേരിൽ ശ്രേഷ്ഠാചാര്യനാൽ വൈദിക ശ്രേഷ്ഠനായി അഭിഷിക്തനായി. എന്നേ അച്ഛൻ എന്ന പേരും കൈമുതലായി പേരാമ്പൂർ കോളേജിൽ പ്രൊഫസറായി. സ്വന്തം സമുദായത്തിൽ ഉന്നതിയേലാക്കാക്കി അശ്രാന്തം യജ്ഞിച്ചി വൈദിക ശ്രേഷ്ഠൻ. മാർത്തോമാ ക്രിസ്ത്യാനികളൊന്നായി തീർന്നിടുവാൻ അവിരാമം കർത്താവോടർത്ഥന ചെയ്തു. ഊർജ്ജസ്വലമാം തന്റെ സേറാംപൂർ ജീവിതവും മലങ്കരയുടെ നന്മയ്ക്കും കാരണമായി. മലയാളക്കര തന്നിലൊരാശ്രമവും സ്ഥാപിച്ച് തദ്വാരാ മലങ്കരയത്യുന്നതി നേടാൻ. ടാഗോറിൻ ശാന്തി നികേതനതും ഗാന്ധിജിത സബർമതിയും സന്ദർശിച്ചറിവും നേടി. പെരുനാടിൻ മലമുകളിൽ മുണ്ടൻ മലയെന്നറിയും ദേശമതിൽ നാളേറിയ ശ്രമഫലമായി. ധ്യാന നമസ്കാരങ്ങൾ അവിരാമമണച്ചിടാൻ ബഥനി സന്യാസാശ്രമവും സ്ഥാപിച്ചു. ബഥനി സന്യാസാശ്രമം 5 ആണ്ടുകൾ പിന്നിട്ടു ഗീവറുഗീസ് വൈദികനെ മെത്രാനാക്കാൻ. വട്ടശ്ശേരിൽ ശ്രേഷ്ഠാചാര്യൻ തൻ ഹിതമതിനെ അനുകൂലിച്ചവരിതരർ മെത്രാന്മാരും. തിരുമൂലപുരം പള്ളിയതിൽ ഒരുമിച്ചതിമോദാൻ ബഥനി അച്ഛനൊരുമ്പാൻ സ്ഥാനം നൽകി. നിരണം പള്ളിയതിൽ
നൂറ്റാണ്ടുകൾ 16 കർത്താവിൻ തിരുസഭയിൽ ഒരു മനമായി നിലകൊണ്ടൊരു നസ്രാണികളിൽ ഭിന്നതയുടെ വിഷവിത്തുകൾ സാത്താൻ താനും വിതറി സ്വർഗപിതാവിൻ വയലിൽ കളകളുമേറി.